ഹായ് ഫ്രണ്ട്സ്. നിർമ്മാണ മേഖലയിൽ ഒരു എഞ്ചിനീയർ പ്രൊജക്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളും ടെക്നിക്കൽ സ്കിൽസും മാത്രം പഠിച്ചാൽ പോരാ. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രൊഫഷണൽ ഡോക്യുമെന്റ് സ്റ്റാൻഡേർഡ് രീതിയിൽ തയ്യാറാക്കാനുള്ള കഴിവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കഴിവിന്റെ ആദ്യപടിയാണ് ഒരു പ്രൊഫഷണൽ ലെറ്റർ ഹെഡ് തയ്യാറാക്കുക എന്നുള്ളത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ കവർ ലെറ്റേഴ്സ്, കൊട്ടേഷൻ, റിപ്പോർട്ട്സ്, പ്രൊജക്ട് പ്രപ്പോസൽ തുടങ്ങി ഒരു സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ ആശയവിനിമയങ്ങളിലെല്ലാം ലെറ്റർ ഹെഡ് ഒരു മെയിൻ ഡോക്യുമെന്റ് ആണ്. സ്വന്തമായി ഡിസൈൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്നവർക്ക് ഈ മെത്തേഡ് വളരെ ഉപകാരപ്പെടുന്നതുമാണ്. സാധാരണയായി പലരും ലെറ്റർ ഹെഡ് ആദ്യം പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കും. തുടർന്ന് വേർഡിൽ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് ആ പ്രിന്റ് ചെയ്ത ലെറ്റർ ഹെഡ് വീണ്ടും പ്രിന്ററിലിട്ട് പ്രിന്റ് എടുക്കുകയാണ് പതിവ്. ഇന്ന് മിക്ക ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുകളും ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹാർഡ് കോപ്പി ലെറ്റർ ഹെഡുകളുടെ ഉപയോഗവും ക്രമേണ കുറഞ്ഞു വരുന്നു. അതിനാൽ വേർഡിൽ തന്നെ ഒരു പ്രൊഫഷണൽ ലെറ്റർ ഹെഡ് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നത് കൂടുതൽ പ്രാക്ടിക്കലായ ഒരു രീതിയാണ്. പ്രത്യേകമായി ലെറ്റർ ഹെഡ് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യവുമില്ല. ഓരോ തവണയും നേരിട്ട് പ്രൊഫഷണൽ ഡോക്യുമെന്റ് തയ്യാറാക്കി PDF ആയി ഷെയർ ചെയ്യാനോ ആവശ്യമെങ്കിൽ പ്രിന്റ് എടുക്കാനോ കഴിയും. ഇത് സമയം ലാഭിക്കുന്നതിനൊപ്പം നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ വർക്ക് ഫ്ലോ കൂടുതൽ പ്രൊഫഷണലും എഫിഷ്യന്റും ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു നല്ല എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈനർ എന്ന നിലയിൽ ഡ്രോയിങ് സ്റ്റാൻഡേർഡ്സ് പോലെ തന്നെ ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻ സ്റ്റാൻഡേർഡും പഠിക്കുന്നത് അനിവാര്യമാണ്. ഇന്നത്തെ ഈ ട്യൂട്ടോറിയലിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് ഒരു പ്രൊഫഷണൽ ലെറ്റർ ഹെഡ് എങ്ങനെ തയ്യാറാക്കാമെന്നും പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡിനൊപ്പം അഡോബ് ഇല്ലസ്ട്രേറ്ററും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രാക്ടിക്കലായി ഉപയോഗിക്കുന്ന ഒരു വർക്ക് ഫ്ലോ ആണ്. ഇതിലും മികച്ച രീതികൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ പങ്കുവയ്ക്കും. എല്ലാവർക്കും അത് ഉപകാരപ്പെടും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അറിയാവുന്ന ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ലെറ്റർ ഹെഡ് ഡിസൈൻ തയ്യാറാക്കിയെടുക്കുക. ഞാനിവിടെ ഇല്ലസ്ട്രേറ്റർ യൂസ് ചെയ്ത് A4 സൈസിൽ 2 ഷീറ്റുകളായിട്ട് മെയിൻ ലെറ്റർ ഹെഡും അഡീഷണൽ ഷീറ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മാർജിനാണ്. ഇല്ലസ്ട്രേറ്ററിൽ തന്നെ ശരിയായ മാർജിൻ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്താൽ ലെറ്റർ ഹെഡിന് നല്ലൊരു വിഷ്വൽ ഹൈറാർക്കി ലഭിക്കും. അതുവഴി ലെറ്റർ ഹെഡ്, ഫൂട്ടർ, ലോഗോ, കണ്ടന്റ് എന്നിവയ്ക്ക് വ്യക്തമായ ഒരു ബാലൻസും ഉണ്ടാകും. മാർജിൻ കൃത്യമായി പ്ലാൻ ചെയ്യാതെ ഡിസൈൻ ചെയ്താൽ പിന്നീട് വേർഡിൽ ടെക്സ്റ്റിന് ഒരു മാർജിനും ലെറ്റർ ഹെഡിന് മറ്റൊരു മാർജിനും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലെറ്റർ ഹെഡിന്റെ വിഷ്വൽ പ്രസൻസ് നഷ്ടപ്പെടുകയും ഡോക്യുമെന്റിന്റെ പ്രൊഫഷണൽ ലുക്ക് കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലെറ്റർ ഹെഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശരിയായ മാർജിൻസ് നിശ്ചയിച്ചതനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ടോപ്പിൽ നിന്നും 1.8 ഇഞ്ചും ബോട്ടമിൽ നിന്ന് 1.2 ഇഞ്ചും ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിന്ന് 0.5 ഇഞ്ചുമാണ് നൽകിയിരിക്കുന്നത്. ഡിസൈൻ ഫിനിഷ് ചെയ്തിട്ട് ഫയലിനെ PNG ഫയലായി എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആർട്ട് ബോർഡ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ അഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ചെയ്തു വെച്ച ആ ഒരു ലെറ്റർ ഹെഡ് വേർഡിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ബ്ലാങ്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ലേഔട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡോക്യുമെന്റിന് A4 സൈസായി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓറിയന്റേഷനിൽ വന്ന് പോർട്രേറ്റ് ആയും സെലക്ട് ചെയ്യാം. ശേഷം മാർജിൻ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി മാർജിൻ ക്ലിക്ക് ചെയ്ത് കസ്റ്റം മാർജിൻ ഓപ്ഷനിൽ പോയി നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ കൊടുത്ത അതേ മാർജിൻ ഇവിടെ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ടോപ്പിൽ 1.8ഉം ബോട്ടമിൽ 1.2ഉം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ 0.5ആയും സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം OK പ്രസ് ചെയ്യുക. ഇനി ഈ ഫയൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്പേസിൽ സേവ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ലെറ്റർ ഹെഡ് ടെംപ്ലേറ്റ് എന്ന നെയിം കൊടുത്ത് ഈ ഫയലിനെ സേവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഡോക്യുമെന്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോൺസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അതിനായി Ctrl+A പ്രസ് ചെയ്യുക. ഫുൾ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ വന്ന് ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പോപ്പിൻസ് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്.
സാധാരണയുള്ള ഫോണ്ടിനേക്കാൾ പോപ്പിൻസ് ഫോണ്ടിന് കുറച്ച് വലിപ്പമുള്ളതിനാൽ 11 PT എന്നുള്ളത് ഞാനിവിടെ 9 PT ആയി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ കംപ്ലീറ്റ് ആയി പോപ്പിൻ ഫോണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ശേഷം ഫയൽ സേവ് ചെയ്യുക. ശേഷം ഈ ഒരു ഡോക്യുമെന്റിൽ പാരഗ്രാഫ് സെറ്റ് ചെയ്യുന്നതിനായി Ctrl+A പ്രസ് ചെയ്തതിനു ശേഷം പാരഗ്രാഫ് സെറ്റിംഗിൽ പോയി ജസ്റ്റിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ടെക്സ്റ്റ് ഇടതുവശത്തും വലതുവശത്തും ഒരേ അലൈൻമെന്റിൽ വരികയും അതുവഴി പാരഗ്രാഫിന് കൂടുതൽ വിഷ്വൽ ബാലൻസ് ലഭിക്കുകയും ഡോക്യുമെന്റ് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടും വായിക്കാനും ഭംഗിയുള്ളതായി തോന്നുകയും ചെയ്യും. ചെറിയൊരു സെറ്റിംഗ് ആണെങ്കിലും ഒരു പ്രൊഫഷണൽ ഡോക്യുമെന്റിന്റെ ക്വാളിറ്റി ഉയർത്തുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. അതിനുശേഷം ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമായ സ്പേസിംഗ് കൊടുക്കുക. Ctrl+A പ്രസ് ചെയ്ത് ലൈൻ ആൻഡ് പാരഗ്രാഫ് ഓപ്ഷനിൽ പോയി 1.15 എന്ന യൂണിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ യഥാർത്ഥ ലെറ്റർ ഹെഡ് ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ലേഔട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുക്കുന്ന ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്ന ലേഔട്ടിൽ വന്ന് പിക്ചർ സെലക്ട് ചെയ്ത് ഡിവൈസിൽ നിന്ന് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റർ ഹെഡിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത ഇമേജ് ചെറുതോ വലുതോ ആണെങ്കിൽ ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് പിക്ചർ ഫോർമാറ്റ് ടാബിൽ പൊസിഷൻ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് മോർ ലേഔട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇലസ്ട്രേറ്ററിൽ കൊടുത്ത സെയിം വിഡ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷനിൽ പോയി ബിഹൈൻഡ് ദ ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പൊസിഷൻ എന്ന ഓപ്ഷനിൽ വന്ന് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് സെന്റർ ആയും റിലേറ്റീവ് ടു പേജ് ആയും സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെർട്ടിക്കൽ അലൈൻമെന്റ് സെന്റർ ആയും റിലേറ്റീവ് ടു പേജ് ആയും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ലെറ്റർ ഹെഡ് ഇമേജ് ആ പേജിൽ കറക്റ്റായി സെറ്റ് ചെയ്തതായി കാണാം. ഇനി ഈ ഇമേജിനെ വാട്ടർമാർക്കായി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഡിസൈൻ ടാബിൽ പോയി വാട്ടർമാർക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സേവ് സെലക്ഷൻ ടു വാട്ടർമാർക്ക് ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഗാലറി എന്ന ഓപ്ഷനിൽ വാട്ടർമാർക്കായി സെലക്ട് ചെയ്ത് കാറ്റഗറി എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഇമേജ് വാട്ടർമാർക്കായി സേവ് ആയിട്ടുണ്ട്. ശേഷം ഈ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നമ്മൾ കോപ്പി ചെയ്ത ഇമേജിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ സെക്ഷനിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം. ശേഷം ഫയലിനെ സേവ് ചെയ്യുക. ഇനി എങ്ങനെ ഈ വാട്ടർമാർക്കിനെ നമുക്ക് ഈ പർട്ടിക്കുലർ ഡോക്യുമെന്റിൽ കൊണ്ടുവരാമെന്നും കൂടെ നമുക്ക് നോക്കാം. അതിനായി വാട്ടർമാർക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത ലെറ്റർ ഹെഡ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ശേഷം ആ ലെറ്റർ ഹെഡിൽ റൈറ്റ് ക്ലിക്ക് അമർത്തി ഇൻസേർട്ട് അറ്റ് കറന്റ് ഡോക്യുമെന്റ് പൊസിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ലെറ്റർ ഹെഡ് ആ ഒരു പേപ്പറിൽ ലേഔട്ട് ആയതായി കാണാം. ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു അഡീഷണൽ ഷീറ്റ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ രണ്ടാമത്തെ പേജായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കൂടി നോക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ രണ്ടാമത്തെ പേജിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിനായി രണ്ടാമത്തെ പേജ് ഓപ്പൺ ചെയ്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പിക്ചർ സെലക്ട് ചെയ്ത് രണ്ടാമത്തെ അഡീഷണൽ ഷീറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. മുമ്പ് നമ്മൾ മെയിൻ ലെറ്റർ ഹെഡ് ഇൻസേർട്ട് ചെയ്ത സെയിം എഫക്റ്റ് ഇവിടെ കാണാം. അതിനായി ആ സെയിം പ്രൊസീജിയർ തന്നെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് പൊസിഷനിൽ ചെന്ന് മോർ ലേഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈസ് സെയിം ഇലസ്ട്രേറ്ററിലെ സൈസ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുകയും ടെക്സ്റ്റ് റാപ്പിംഗ് ബിഹൈൻഡ് ദ ടെക്സ്റ്റ് എന്ന് സെലക്ട് ചെയ്യുകയും പൊസിഷൻസ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് സെന്റർ ആയും റിലേറ്റീവ് ടു പേജസ് ആയും സെലക്ട് ചെയ്യുകയും വെർട്ടിക്കൽ അലൈൻമെന്റ് അതുപോലെ തന്നെ സെന്റർ ആയും റിലേറ്റീവ് ടു പേജ് ആയും സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ അഡീഷണൽ ഷീറ്റ് ഇവിടെ പ്ലേസ് ആയതായി കാണാം. ശേഷം ആ ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഡിസൈൻ എന്ന ഓപ്ഷനിൽ വന്ന് വാട്ടർമാർക്ക് സെലക്ട് ചെയ്ത് സേവ് സെലക്ഷൻ ടു വാട്ടർമാർക്ക് ഗാലറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ അഡീഷണൽ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്.
ശേഷം വാട്ടർമാർക്ക് എന്നുള്ളത് വാട്ടർമാർക്കായി തന്നെ സെലക്ട് ചെയ്യും. കാറ്റഗറി എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാറ്റഗറിയിൽ സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അഡീഷണൽ ഷീറ്റ് ഓൾറെഡി വാട്ടർമാർക്കായി സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഇമേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം. ശേഷം വാട്ടർമാർക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ അഡീഷണൽ ഷീറ്റ് എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ റൈറ്റ് ക്ലിക്ക് അമർത്തി ഇൻസേർട്ട് അറ്റ് ദ കറന്റ് ഡോക്യുമെന്റ് പൊസിഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് പേജിൽ അത് ലോഡ് ആവാതെ സെക്കൻഡ് പേജിൽ ആ സെയിം അഡീഷണൽ ഷീറ്റ് ഇവിടെ ലോഡ് ആയതായി കാണാം. ഫയൽ സേവ് ചെയ്യുക. ഇനി ഒരു സാമ്പിൾ പാരഗ്രാഫ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ലെറ്റർ ഹെഡിന്റെ ലേഔട്ട്, മാർജിൻ, ടെക്സ്റ്റ് അലൈൻമെന്റ് എല്ലാം കൃത്യമായി പ്രൊഫഷണൽ സ്റ്റാൻഡേർഡായി സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാണാനും ഉപയോഗിക്കാനും ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയലുകൾക്കായി നമ്മുടെ കാറ്റ്സി ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അടുത്ത ഒരു പ്രൊഫഷണൽ ട്യൂട്ടോറിയലുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് കാറ്റ്സി ഓൺലൈൻ വിത്ത് ഫൈസൽ.